ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാൻ മരുഭൂമിയിലാണ്. അപ്പൊ ഇവിടുത്തെ കുറച്ച് അടിപൊളി കാഴ്ചകളും ഒക്കെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ എപ്പിസോഡ് മുഴുവനായിട്ട് കാണണം. ഞാനിപ്പം അജ്മീർ സിറ്റിയിലുള്ളത്. ഇവിടെ ഞാൻ പുഷ്കർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, ഏകദേശം ഒരു 16 കിലോമീറ്റർ. ഈ പുരാതന ക്ഷേത്ര നഗരം എന്നാണ് അങ്ങോട്ടേക്ക് പറയാ. അവിടെയാണ് ഡെസേർട്ടിലെ കുറേ കലാപരിപാടികളും പിന്നെ ഒരു പ്രധാനപ്പെട്ട അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഉത്സവം എന്തോ നടക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഉത്സവം നടക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. ഇതിവിടെ ഒരു തടാകമുണ്ട്, ഈ അനാസാഗർ തടാകം പോലെ തന്നെ ഒരു പുഷ്കർ തടാകം ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ തീരത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോകണം. ഏകദേശം ഒരു 40 മിനിറ്റ് യാത്ര ഉണ്ട് അജ്മീർ സിറ്റിയിൽ നിന്ന്. പോത്തുകളൊക്കെ ഇങ്ങനെ റോഡ് അലഞ്ഞു തിരിഞ്ഞു പോവുകയാണ്. ഈ പുഷ്കറിൽ കന്നുകാലികള്, കുതിരകള്, ഒട്ടകങ്ങള് എന്നിവയുടെ വ്യാപാരം നടക്കുന്ന ഒരു വാർഷിക മേളയുണ്ട്. അതിന് പുഷ്കർ ഒട്ടകമേള എന്നാണ് അതിന് പറയാറുള്ളത്. അജ്മീറിന്റെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഈ പുഷ്കർക്ക് ജയ്പൂരിൽ നിന്ന് ഏകദേശം ഒരു 150 കിലോമീറ്റർ ദൂരമുണ്ട്. തെക്ക് പടിഞ്ഞാറായിട്ടാണ് ജയ്പൂർ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 510 മീറ്റർ ഉയരത്തിലാണ് ഈ പുഷ്കർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പുഷ്കർ പട്ടണത്തിന്റെ 3 വശങ്ങളും കുന്നുകളാൽ ചുറ്റപ്പെട്ടിട്ടുണ്ട്. നാഗ് പഹാർ എന്നാണ് ഈ കുന്നുകൾക്കൊക്കെ ഇവിടെ പറയപ്പെടുന്നത്. അതായത് സർപ്പപർവ്വതം എന്നാ പറയുന്നത്. കണ്ടില്ലേ, ആടുകള്, ഒട്ടകങ്ങളൊക്കെ ഉള്ള മേള എന്ന് പറഞ്ഞില്ല, അതിൻ്റെയൊക്കെ ഒരു സ്ഥലമാണ് ഈ പുഷ്കർ എന്ന് പറഞ്ഞൊരു ഏരിയ. ഇത് നമ്മളെ ചെമ്മരിയാടല്ല, സാധാരണ കോലാടാണ് ഈ കാണുന്നത്. ഈ പുഷ്കർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഹിന്ദുക്കളെയും സിഖുകളെയും ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അങ്ങ് മലന്റെ മുകളിൽ ഒരു അമ്പലം ഉണ്ടല്ലേ, ഈ ഒരു അമ്പലത്തിലേക്ക് പിന്നെ ഇവിടെ ബ്രഹ്മക്ഷേത്രമാണുള്ളത്. ഈ അമ്പലത്തേക്ക് ഇവിടുന്ന് ഒരു ഇതുണ്ട്, റോപ്പ് വേണ്ട, അതിന് മുൻകൂട്ടി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തെടുക്കണം അങ്ങോട്ടേക്ക് പോകാൻ. ഇപ്പം നമ്മൾ പുഷ്കറിന്റെ ആ ഒരു പിന്നെ എന്റർടൈൻമെന്റ് നടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ മുകളിലുണ്ടല്ലേ അമ്പലം. ഇവിടുന്ന് പിന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വണ്ടി വാടകയ്ക്ക് വിളിച്ചണം. വണ്ടി വാടകയ്ക്ക് വിളിച്ചിട്ട് വേണം ഇവിടുത്തെ ചുറ്റുപാടും ഉള്ള സ്ഥലങ്ങൾ കറങ്ങാൻ. അതിന് ഏകദേശം ഒരു വണ്ടിക്ക് 4000 രൂപയാണ് ഡെസേർട്ടിലേക്ക് പോകാനുള്ള. അവിടെയാണ് പിന്നെ ബാക്കിയുള്ള കുതിര സവാരിയും പിന്നെ ഒട്ടക സവാരിയും പിന്നെ ഇതൊക്കെ ഡെസേർട്ടിൽ കൂടി ഇങ്ങനെ ജീപ്പ് പോകുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ബസ് സ്റ്റോപ്പ്, ഈ വണ്ടി നമ്മൾ പിന്നെ അജ്മീറിൽ നിന്ന് വരുന്ന വണ്ടി ഇവിടെയാണ് നിർത്തില്ല. പിന്നെ ഇവിടുന്ന് നമ്മൾ വേറെ വണ്ടി എടുത്തിട്ട് വേറെ പോകണം. അപ്പൊ അതിന്റെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ രാത്രിയാണ് ലൈറ്റിങ്ങും പരിപാടികളൊക്കെ. അപ്പൊ നമുക്ക് രാത്രി ഒഴിവില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നതാണ്. ഒട്ടകമേളൊക്കെ നടത്തുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ഇതാണ് അതിന്റെ ഓഫീസ്. അപ്പൊ അവിടെ ഒരു സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ അവിടെയുള്ള ആക്ടിവിറ്റീസിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഇദ്ദേഹമാണ് ഇതിന്റെ ചാർജ് ഉള്ള ആള്. അപ്പൊ ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോകണം. അപ്പൊ ഇവിടെ 4000 രൂപയാണ് ടിക്കറ്റ് എടുത്തത്. ഒരു ജീപ്പിന്റെ വാടക, ഫുൾ വാടക. ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് പരിപാടി കഴിയും. അപ്പൊ നമ്മള് പുഷ്കറില് എവിടെ പോകുന്നു? ഡെസേർട്ടിലേക്ക്. ഞങ്ങള് ഡെസേർട്ടിലേക്ക് പോകുന്നു. ഒട്ടകയാത്രയും പിന്നെ എന്തൊക്കെയുണ്ട്, പല യാത്രയുണ്ട്. ഈ ബാക്കി നമുക്ക് അവിടുന്ന് കാണാം. ഓക്കെ. ദൂരം ഇതുപോലെ റോഡ് യാത്ര കഴിഞ്ഞ ശേഷം പിന്നെ മണലിൽ കൂടി, മരുഭൂമിയിൽ കൂടിയാണ് യാത്ര എന്ന് പറഞ്ഞിരുന്നു ഡ്രൈവർ. ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇപ്പൊ കുറച്ച് പൂക്കൾ കുറവാണ് ഇവിടെ. ഇവിടെ റോസാപ്പൂക്കൾ ഇവിടുന്ന് കയറ്റിയാക്കുന്നുണ്ട്. ഈ പുഷ്കറിൽ റോസാപ്പൂക്കളുടെ ഒരു സ്ഥലമാണ് പുഷ്കർ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ അജ്മീർ ദർഗയിൽ കണ്ടമാനം റോസാപ്പൂ ഉണ്ട്. ഇവിടെയാണ് അമ്പലം, കണ്ടില്ലേ, റോപ്പ് അതിന്റെ മുകളിലേക്കുണ്ട്. ബ്രഹ്മക്ഷേത്രം. ഇപ്പൊ നമ്മൾ മരുഭൂമിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ക്യാമറ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി ഇങ്ങനെ ഭയങ്കര ജർക്ക് ചെയ്യുന്നുണ്ട്. പൂജാരി പറയാണ് ഇതില് ഉയർത്തിന്നിട്ടുണ്ട് അത്ഭുതപ്പെടുന്ന. കാരണം അർജുൻ പുനർജന്മ മരിച്ചുപോയിട്ട് പിന്നെ
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോസാപ്പൂവിന്റെ പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന റോസാപ്പൂക്കളുടെ കൃഷിയുള്ള സ്ഥലമാണ് ഇവിടെ. ഇത് ഒരു റോസ് ഗാർഡൻ ആണ് ഈ കാണുന്നത്. രാജസ്ഥാനിലെ റോസ് ഗാർഡൻ എന്നാ വിളിക്കപ്പെടുക. രാജസ്ഥാനിലെ ഈ ഇവിടെ കുറെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇതിപ്പോ മരുഭൂമി നിന്നിട്ട് വന്ന് പിന്നെ ഒരു പഞ്ചായത്ത് റോഡ് പോലെ പോവുകയാണ് ഈ റോഡ്. അതാ പോടൂ വെക്കടാ. രാജസ്ഥാൻ മരുഭൂമിയിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് അല്ലേ മാഷേ? ഇത് ഉറപ്പറിയാം അല്ലേ? അതെ അതെ അതെ. രാജസ്ഥാൻ മരുഭൂമി ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാൻ മരുഭൂമിയിലാണ്. അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ വന്ന ജീപ്പ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് നടന്ന് കറങ്ങി കണ്ടിട്ട് പിന്നെ വീണ്ടും ഇവിടുന്ന് ജീപ്പ് നമ്മൾ ഒട്ടക സവാരിയൊക്കെ ഉള്ള അവിടേക്ക് പോകും. അപ്പൊ ഇവിടെ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത്, ഇവിടെ പിന്നെ ഇങ്ങനത്തെ ഒരു മരുഭൂമി കാര്യങ്ങളും നിങ്ങൾ ദൂരെ കണ്ടില്ല, അതാ അവിടെയാണ് ഒട്ടകങ്ങളും മറ്റും ഉള്ള ഒരു സ്ഥലം. ഈ പുഷ്കർ എന്ന് പറഞ്ഞതിന്റെ മെയിൻ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നാണ് പുഷ്കർ. അപ്പൊ അവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇപ്പൊ പ്രവേശനം നിരോധിച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് പെർമിഷൻ ഉള്ളവർക്കുള്ളും പോകാൻ പറ്റുള്ളൂ. ഇത് ഇവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു സംഭവമാണ്. തിരിച്ച് നമ്മള് ജീപ്പ് കയറിയിരിക്കുന്നത്. ഇത് നല്ല ഇറക്കത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ്. ഇനി നമ്മളെ ഒട്ടകങ്ങളൊക്കെ ഉള്ള ഒരു സവാരി ഉള്ള സ്ഥലമുണ്ട്. ഒട്ടകങ്ങൾ കൂട്ടിയിട്ടുള്ള അങ്ങോട്ടേക്ക് പോവാണ്. ഇനി അത്യാവശ്യം നല്ല കുലുക്കുണ്ട് വണ്ടി ഇവിടെ. ഇതാണ് സവാരി ഗിരിഗിരി. बजरंगी भाईजान मूवी देखी ना? उसमें आता ना अपने जो तारबंदी के नीचे से निकालता है उस मुन्नी को। वो बजरंगी भाईजान मूवी थी ना, जो मुन्नी को तारबंदी से निकाल के उनके गांव छोड़ता है, वो यहाँ का सीन था इधर। बजरंगी भाईजान तो पुराना हो गया ना, उसका शूटिंग हुआ था। ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഹിന്ദി സിനിമകളും മറ്റും ഷൂട്ട് ചെയ്ത ഭാഗമാണെന്ന് നമ്മുടെ പിന്നെ ഡ്രൈവർ പറയുന്നത്. ഈ ഒരു ഏരിയ അത് മരുഭൂമിന്റെ ചിത്രീകരണമൊക്കെ ഈ ഭാഗത്ത്, കാശ്മീരിൽ ഐസായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രീകരണമൊക്കെ
അവിടെ നടക്കാറുണ്ട്. അതേപോലെ മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇവിടുന്ന് നടന്നിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. വണ്ടി ഇവിടെ നിർത്തി ഇനി ഒട്ടക സവാരി മറ്റൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഇനി ചെയ്യാം. ഇവിടുന്ന് കുട്ടികളെ കാത്തു നിൽക്കുന്നുണ്ട് ഒട്ടകമായിട്ട്. ഇവിടെ കുട്ടികളാണ് ഒട്ടകത്തിന് മേക്കൽ എന്ന് പറഞ്ഞു. वीडियो खींचो। ये वीडियो चाहिए भाई, वीडियो उल्टा रखो। अल्लाह नो प्रॉब्लम, ये चाहिए मैसेज कर दिया है मतलब वीडियो स्लोली स्लोली गाडी आपल्याकडे साफ करायला लागेल. हाय गाइस, हेलो. അപ്പൊ ഇനി രാജസ്ഥാനിലെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ കുറച്ച് കയറിയിട്ടുള്ള ഒരു കറങ്ങലാണ്. ഞാൻ ഈജിപ്തിൽ പോയപ്പോൾ മുമ്പ് ഞാൻ ഒട്ടകപ്പുറത്ത് കറങ്ങി നടത്തിയിരുന്നു. ഈ പിരമിഡ്സിന്റെ പരിസരത്തുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒട്ടക പരിസരത്തുള്ള ഒട്ടകത്തിന്റെ മുകളിലുള്ള കയറിയ കാഴ്ചകൾ അങ്ങനെ കാണാം ഇവിടുന്ന്. ഇതെന്റെ ഒരു സുഹൃത്തും ഭാര്യയാണ്. അവർ രണ്ടാള് അതിന്റെ മുകളിൽ കയറാണ്. 200 രൂപയാണ് ഒരാൾക്ക് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ മുകളിൽ കൂടി കയറിയിട്ട് അങ്ങനെ ഒരു ചുറ്റി കറങ്ങിക്കൊണ്ടിരും. ഇതിന്റെ ഈ ഒട്ടക ഇരുന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറ്റുക. ചില സ്ഥലങ്ങളിൽ കോണി വെച്ചിട്ട് കയറുന്ന സ്ഥലങ്ങളുണ്ട്. അത് പഞ്ചാബിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ കുട്ടികളാണിത് മേയ്ക്കുന്നുണ്ടല്ലേ, കുട്ടികളാണിത് പിടിച്ചു പോകുന്നത്. ഇവിടെ കുട്ടികളൊന്നും സ്കൂളിലൊന്നും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞവര്. ചെറിയൊരു പയ്യനാണ് ഓട്ടുന്നത്. ഏകദേശം ഒരു 10 വയസ്സൊന്നും ആയിട്ടില്ല. അവന് ഏകദേശം 8 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്പ് കൊടുക്കണം. കണ്ട ഇതിങ്ങനെ കംപ്ലീറ്റ് കറങ്ങി അങ്ങനെ പോകും. അപ്പൊ അധികം ചൂടും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അപ്പൊ നമ്മുടെ പുഷ്കറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒട്ടക സവാരി നടത്തണം. ഇവിടെ രാത്രി വേറൊരു വൈബാണ്. നല്ല ലൈറ്റും പാട്ടും ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ആളുകളും രാത്രിയാണ് വരാറുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് രാത്രി ഇവിടെ നിൽക്കാൻ ഒഴിവില്ല. രാത്രി നമ്മുടെ ഇന്ന് വേറെ ട്രെയിൻ നമ്മുടെ രാത്രിയാണ്. അപ്പൊ അതുകൊണ്ട് പകല് ഈ ഒരു സംഭവം ആസ്വദിച്ചിട്ട് പോവാ. രാത്രി കുറച്ച് ലൈറ്റും കാര്യങ്ങളും ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ വേറൊരു വൈബാണ്. രാത്രി ലൈറ്റും കാര്യങ്ങളും ഉണ്ടാവുന്നുള്ളൂ. പകലാണ് കുറച്ചുകൂടി ഉത്തമം. അപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ കയറാണ്. कैमरा ऊपर कैमरा बस अच्छा पोस्ट दो चेंज। പുറകിൽ പിടിച്ചോണേ. എല്ലാവർക്കും ഒന്നിച്ചു കൊടുക്കുക.
അങ്ങനെ ഒട്ടക സവാരി കഴിഞ്ഞ് തിരിച്ചെത്തി. ഒട്ടകത്തിനെക്കാട്ടും ചാർജ് ടിപ്പ് കൊടുക്കല കുട്ടികൾക്ക്. ഇത് കുറച്ച് ഇന്ത്യക്കാരുണ്ട്, അവരെന്നെ ഏൽപ്പിച്ചാണ് അവരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ഒട്ടക സവാരി നടത്തണം എല്ലാവരും. അങ്ങനെ ഞങ്ങൾ വന്ന വണ്ടിയിൽ തന്നെ തിരിച്ച് ആ സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ഇനി അമ്പലങ്ങളൊക്കെ ഉള്ള ഭാഗമുണ്ട്, പക്ഷെ അവിടെ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്, ഇപ്പം അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അല്ലെങ്കിൽ ആ ഭാഗം ഒന്ന് കണ്ട് പോരായിരുന്നു. ഇവിടെ കണ്ടമാനം പിന്നെ ഒട്ടകങ്ങളുണ്ട്. ടൂറിസ്റ്റേഴ്സ് വന്ന് നിൽക്കുന്ന ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇനി തിരിച്ച് അങ്ങോട്ട് പോവും. നമ്മൾ നേരത്തെ നിർത്തിയിട്ട് അവിടെ പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അജ്മീറിലേക്ക് മടങ്ങും. ഭയങ്കര സ്പീഡിലാണ് ഇവിടെ വണ്ടി ഓട്ടുക. അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഇവിടെ നിർത്തിയിട്ടിട്ട് ഇവിടെ ഒരു റൗണ്ട് അടിക്കലൊക്കെ ഉണ്ട് ഇവരെ ഭാഗം, ഭയങ്കര സ്പീഡിൽ. അതൊരു നല്ല രസമാണ്. നമ്മുടെ ക്യാമറ ഒന്ന് കയ്യിൽ പിടിച്ചാൽ കംപ്ലീറ്റ് വൈബ്രേറ്റ് ചെയ്തു. ഇപ്പം തന്നെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കയറ്റം കയറാണ്ട് ഇറക്കിറങ്ങാണ്ട് അതൊക്കെ നല്ലൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പുഷ്കറിൻ്റെ ആ റോഡിലേക്കാണ് ഇത്. മെയിൻ റോഡല്ലത്. ഇനി അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്കാണ് നമ്മുടെ അജ്മീറിൽ നിന്ന് വന്ന വണ്ടിയിൽ നമ്മൾ പോവുക. ഇതൊരു പഞ്ചായത്ത് റോഡാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിക്കുന്നത്. ഇതാണ് നമ്മളെ ഒമിനി വാന്. അപ്പൊ ആ വാനിൽ ഞങ്ങള് തിരിച്ച് നേരെ അജ്മീറിലേക്ക് പോകണം. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. ഇവിടെ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ ഓരോരുത്തർ വന്നിട്ട് അതിൽ ബുക്ക് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് പോകണം. അപ്പൊ ഞങ്ങള് അവിടുന്ന് പുറപ്പെട്ടിരുന്നു, പുഷ്കറിന്ന് പുറപ്പെട്ട്. ഇത് ഞാൻ വരുമ്പോ ഒരു തടാകം കാണിച്ചെന്നില്ല, അതിന്റെ മറുകരയാണ് ഈ ഒരു ഭാഗം. സംസ്കൃതത്തിൽ പുഷ്കർ എന്നാ പറയാ താമരക്ക്, അങ്ങനെയാണ് ആ പേര് വന്നത്. ഇത് ഇവിടെ ഒരു കോഴി ഫാം ഉണ്ട്. അപ്പൊ ആ ഒന്ന് ഫാമിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നാണ്. അതായത് വേറൊരു സ്റ്റൈലിലാണ് ഇവിടെ കോഴികളെയും മറ്റും വളർത്തുന്നത്. അപ്പൊ നമ്മളെ സുഹൃത്തിന് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിർത്തിയതാണ് വണ്ടി. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.